നമസ്കാരം. ഏറെലവയുടെ ഇന്നത്തെ അതിഥി യഥാർത്ഥത്തിൽ നമ്മളോട് സംസാരിക്കുന്നത് നന്ദൻ കുറ്റിക്കാട്. നന്ദൻ കുറ്റിക്കാട് പുത്തംവേലിക്കര എന്ന ഗ്രാമത്തിലെ അവിടെ ഇരുന്നു കൊണ്ട് ലോകത്തിൻ്റെ എല്ലാത്തരം വൈജ്ഞാനികമായ വികസനങ്ങളെയും കാഴ്ചകളെയും നന്നായി അനുഭവിച്ച ഒരു നാട്ടിൻപുറത്തുകാരനാണ്. പണ്ടത്തെ വായനയുടെ ഒരു സ്വഭാവം അതായിരുന്നു. 70കളും 80കളും 90കളും കേരളീയ യുവത്വത്തിന് നൽകിയ ഒരു വാതായനമായിരുന്നു വായന. എല്ലാത്തരം കാര്യങ്ങളെയും അക്കാലത്തെ യുവാക്കൾ വായിക്കുമായിരുന്നു. ശാസ്ത്ര സാങ്കേതികത, ഫിലോസഫി, കവിതകൾ, നോവലുകൾ, ചെറുകഥകൾ, രാഷ്ട്രീയം, അങ്ങനെ മനുഷ്യജീവിതത്തെ ബാധിക്കുന്ന എല്ലാ പ്രതലങ്ങളിലുള്ള പുതിയ പുതിയ ആശയങ്ങളെയും പുതിയ പുതിയ അലകളെയും എല്ലാം കണ്ടറിയുകയും വായിക്കുകയും ചരിത്രത്തെയും അതിനോടൊപ്പം ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു കാലമായിരുന്നു 70കളും 80കളും 90കളും. അക്കാലത്തെ വായനയിൽ ആണ്ടുമുങ്ങിയൊരു മനുഷ്യൻ, വായനയുടെ മാധുര്യങ്ങൾ അനുഭവിച്ചൊരു മനുഷ്യൻ, അങ്ങനെ ഒരാളെയാണ് നമ്മളിന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ പുതിയ പുതിയ കാഴ്ചകൾക്ക് വേണ്ടി നമ്മളോടൊപ്പം ചേരുന്നത് ശ്രീ നന്ദൻ കുറ്റിക്കാട്. നമസ്കാരം. വായനയുടെ വസന്തം തീർത്ത ഒരു 80കൾ 90കൾ, അതിനുമുമ്പ് 70കളിലെ തീക്ഷ്ണമായ വായനകൾ. അപ്പോൾ ആ വായനയുടെ എല്ലാ തിരകളോടൊപ്പം സഞ്ചരിച്ച ഒരാളാണ് നന്ദൻ കുറ്റിക്കാട് എന്ന് പറയുന്ന താങ്കൾ. ആ വായനയുടെ ഒരു ഒഴുക്ക്, അതിനകത്ത് എങ്ങനെയാണ് ആ വായനയുടെ ഒരു തിരകളിൽ ഒരു ഏറ്റവും സന്തോഷത്തോടെ കടന്നു വന്ന ഒരാളായിട്ട് അതിൻ്റെ ഭാഗമായത് എന്നൊന്ന് വിശദീകരിക്കാമോ? കുട്ടിക്കാലം തൊട്ട് തന്നെ എൻ്റെ വീട്ടിലതിൻ്റെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എൻ്റെ സഹോദരൻ ഒരു വായനക്കാരനായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ വരുമായിരുന്നു. പുസ്തകങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും അങ്ങനൊരു ലോകത്താണ് എൻ്റെ കുട്ടിക്കാലം ഉണ്ടാവുന്നത്. പിന്നെ അതുകൂടാതെ ഞാൻ പഠിക്കുന്ന സമയത്ത് സ്കൂളിൻ്റെ അടുത്ത് തന്നെ ഒരു ഗുരുസ്മാരക വായനശാലയുണ്ടായി, ഇളന്തിക്കര. അവിടെ ഒരുപാട് പുസ്തകങ്ങളുണ്ടായിരുന്നു, കഥാബുക്കുകളുണ്ടായിരുന്നു. അപ്പോൾ സ്കൂൾ വിട്ടു വന്നതിന് ശേഷം അവിടെ നിന്ന് പോയി പുസ്തകങ്ങളൊക്കെ, കഥാബുക്കുകളാണ് അന്ന് കാലത്ത് വായിച്ചിരുന്നത്. അപ്പോൾ എൻ്റെ ഒപ്പം ഒരു സുഹൃത്തുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വായിച്ച പുസ്തകങ്ങളെക്കുറിച്ച് വായിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലമായിരുന്നു അത്. അപ്പോൾ മൊത്തത്തിൽ അന്ന് കാലത്ത് എല്ലാവരും ആ ചെറുപ്പക്കാർ കുട്ടികളൊക്കെ വായിച്ചിരുന്നു എന്ന് വെച്ചാൽ അന്ന് അങ്ങനെ ഒരു വായനയുടെ ഇതുണ്ടായിരുന്നില്ല. എന്നാൽ കുറച്ച് സെലക്റ്റീവായ ആളുകൾ ഉണ്ടായിരുന്നു, വായിക്കുന്ന കുട്ടികൾ. ഇപ്പോൾ അമ്പിളിയമ്മാവനായാലും അന്ന് കാലത്ത് അങ്ങനെയാണല്ലോ, അമ്പിളിയമ്മാവനായാലും പൂമ്പാറ്റയാണെങ്കിലും അവർ തന്നെ ഡിക്റ്റേറ്റീവ് നോവലുകളൊക്കെ വായിക്കുന്ന അങ്ങനത്തെ ഒരു സ്കൂൾ കാലം ഉണ്ടായിരുന്നു. പിന്നീട് കോളേജിലേക്ക് ചെല്ലുമ്പോഴാണ്, പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കാലത്താണ് നമ്മൾ കുറച്ചും കൂടി ഗൗരവപരമായ വായന തുടങ്ങുന്നത്. അപ്പോൾ അന്ന് മറ്റ് വിദേശ തർജ്ജമകൾ ഒക്കെ തന്നെ വായിക്കാനും വിദേശ എഴുത്തുകാരെ പരിചയപ്പെടാനൊക്കെ കഴിഞ്ഞത് ആ കാലത്താണ്. അപ്പം അന്ന് ഡിക്കൻസിൻ്റെയും അതുപോലെ തന്നെ മലയാളത്തിലേക്ക് ആണെങ്കിൽ നമ്മുടെ തകഴിയുടെയും അപ്പോൾ MTയുടെയും ഒക്കെ കഥകൾ, അന്നകാലത്ത് കഥകളിലൊക്കെയാണ് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത്. അതുപോലെ കവിതകൾ, പ്രത്യേകിച്ച് കവിയരങ്ങുകൾ അന്ന് കോളേജുകൾ ഇവിടെ സജീവമായിരുന്നു. UC കോളേജിൽ, ഞാൻ സെൻറ്റ് പോൾസിലാണ് പഠിച്ചിരുന്നത്. UC കോളേജിൽ അന്ന് കാലത്ത് ഒരാഴ്ചയൊക്കെ നീണ്ടു നിൽക്കുന്ന കവിയരങ്ങുകളും മറ്റ് സാഹിത്യ ചർച്ചകളും സിനിമകളെക്കുറിച്ചൊക്കെയുള്ള പഠനങ്ങളും ഒക്കെ ഉണ്ടാകുന്നൊരു കാലമായിരുന്നു. അപ്പോൾ അങ്ങനെ കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് പോവാതെ ഈ UC കോളേജിൽ നിന്ന് അന്നാണ് നമ്മൾ കടമ്പിനിട്ട രാമകൃഷ്ണനും സുഗതകുമാരിയും അങ്ങനെ അയ്യപ്പ പണിക്കരും ബാലേന്ദ്രൻ ചുള്ളിക്കാടും. അപ്പോൾ അന്ന് അങ്ങനെ ഒരു കവിതയുടെയും ഒക്കെ ഒരു ലോകമായിരുന്നു അന്ന് ക്യാമ്പസുകളിൽ ഉണ്ടായിരുന്നത്. നമ്മൾ കേൾക്കുന്ന കഥകളും അന്ന് കാലത്ത് ക്യാമ്പസുകളിൽ ഉണ്ടായിരുന്ന, നമുക്ക് മുമ്പ് ഉണ്ടായിരുന്ന ആളുകൾ, വളരെ വായനക്കാരായ ആളുകളുടെ കഥകളാണ് നമ്മൾ കേൾക്കുന്നത്. പ്രത്യേകിച്ച് അന്ന് കാലത്ത് ചേന്നാങ്കലത്തെ ഭരതൻ മാഷ് ഉണ്ടായിരുന്നു. ഭരതൻ മാഷാണ് ഈ കാണുമ്പോഴൊക്കെ തന്നെ അദ്ദേഹം വിദേശ പുസ്തകങ്ങളെക്കുറിച്ച് വളരെ ആവേശപരമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരാളായിരുന്നു ഭരതൻ മാഷ്. അപ്പം അന്ന് അദ്ദേഹം അവിടെ മഹാരാജ് കോളേജിൽ പഠിച്ചിരുന്ന കേമന്മാരായ വിദ്യാർത്ഥികളെക്കുറിച്ച് പറയുമായിരുന്നു. അന്നവിടെ TK രാമചന്ദ്രൻ, അതുപോലെ NS മാധവൻ, അന്ന്
മഹാരാജ് കോളേജിൽ പഠിച്ചിരുന്നവരാണ്. അപ്പോൾ എന്നിട്ട് പറയും ഈ ടി കെ രാമചന്ദ്രനൊക്കെ അന്ന് അധ്യാപകർ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് ക്ലാസ് എടുത്തിരുന്നത്. കാരണം അത്രയ്ക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു, അധ്യാപകരെക്കാൾ കൂടുതൽ അന്ന് വായിച്ചിട്ടുണ്ടായിരുന്നവരൊക്കെ തന്നെ. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിജീവി വൃന്ദം അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയാറുണ്ട്. അൽ ഗുപ്തൻ നായർ മാഷ്ടെ പുസ്തകത്തിൽ പറയും ഈ ടി കെ രാമചന്ദ്രനൊക്കെ എഴുതുന്ന നോട്ടീസുകൾ, മഹാരാജ് കോളേജിൽ എഴുതുന്ന നോട്ടീസുകൾ പലപ്പോഴും ശ്രദ്ധാപൂർവം ഞാൻ വായിക്കാറുണ്ടെന്ന് ഗുപ്തൻ നായർ സാറിൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. അപ്പോൾ അന്നത്തെ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരുന്നു, വായിക്കുകയും ചിന്തിക്കുകയും വളരെ ഉയർന്ന രീതിയിൽ രാഷ്ട്രീയ അവബോധകമുള്ള ഒരു ക്യാമ്പസായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് പലപ്പോഴും നമ്മുടെ വായനയ്ക്ക് വളരെ പ്രചോദനം നൽകുന്നതായിരുന്നു. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ആ വായനയുടെ തലത്തിലേക്ക് കടന്നുപോയത്. പിന്നെ സാഹിത്യം മാത്രമല്ല, ചരിത്രവും തത്വചിന്തയും മനഃശാസ്ത്രവും, അപ്പം അങ്ങനെ ഒരു ഏരിയയിൽ മാത്രം ഒതുങ്ങി നിൽക്കാത്ത ഒരു വായനയിലേക്ക് കടന്നു പോകാനായിട്ട് സഹായിച്ചത് അന്ന് കാലത്തെ ആ ചുറ്റുപാടുകളായിരുന്നു. അന്ന് നമ്മൾ പരിചയപ്പെട്ട ആളുകളും അന്ന് വായന മുഖ്യമായിട്ട് കണക്കാക്കിയിരുന്ന ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവരായിട്ടുള്ള ബന്ധവും ഒക്കെയാണ് അങ്ങനെ ആ ഒരു വായനയുടെ ലോകത്തേക്ക് പോകാൻ സഹായിച്ചത്. നിങ്ങൾക്കൊരു സംശയം തോന്നാം, വായന എത്ര വലിയ കാര്യമാണ്. ഇതിനു മുമ്പ് യറലവയുടെ ഇൻ്റർവ്യൂവിൽ ശ്രീ ബിജിപാൽ, സംഗീത സംവിധായകൻ ബിജിപാൽ പറയുകയുണ്ടായി, പുതിയ തലമുറയ്ക്ക് ചരിത്രബോധം കുറവാണെന്ന്. ഒരുപക്ഷെ ഇന്നലെ എന്ത് നടന്നു, ഇന്നലത്തെ കാര്യങ്ങൾ രൂപപ്പെട്ടത് എങ്ങനെ എന്നറിയാത്തതിൻ്റെ ഒരു കുറവിനെയാണ് നമ്മൾ ചരിത്രബോധം എന്ന് പറയുക. യഥാർത്ഥത്തിൽ നമ്മുടെ ക്യാമ്പസുകൾ ഇന്ന് കാണുന്ന രീതിയിലൊന്നും ആയിരുന്നില്ല. എങ്ങനെയാണ് ആ ക്യാമ്പസുകളിലെ വൈജ്ഞാനികത വന്നത് എന്നതുകൊണ്ടാണ് വായനയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. വായനയെക്കുറിച്ച് പറയാൻ അതൊരു സന്തോഷകരമായ അനുഭവമായിട്ട് ഏറ്റെടുത്ത ഒരു വായനക്കാരനെ കഴിയുള്ളൂ. വായന ഒരു കലയായി തന്നെയാണ് രൂപപ്പെട്ടത്. അതിനേക്കാൾ വായന, അതിനോടനുബന്ധമായ സംഭാഷണങ്ങൾ, ചർച്ചകൾ, സാധാരണമായ വർത്തമാനങ്ങളിൽ പോലും വായനയ്ക്ക് വലിയൊരു പ്രാധാന്യം കിട്ടിയൊരു കാലമാണ്. അങ്ങനെ വായനയ്ക്ക് അത്രയധികം പ്രാധാന്യം കിട്ടുന്നത് മാത്രമല്ല, നിങ്ങളുടെ അക്കാലത്തെ സൗഹൃദങ്ങൾക്കിടയിലൊക്കെ ഏറ്റവും നന്നായി ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ വായന തന്നെയായിരിക്കും. ഒരു പുതിയ പുസ്തകം വരുന്നു, ആ പുതിയ പുസ്തകത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു, അതിൻ്റെ 100,000 വശങ്ങൾ സംസാരിക്കുന്നു. അത് ക്യാമ്പസ് ജീവിതത്തെ അത്രയധികം ഗംഭീരമാക്കിയ, സന്തോഷകരമാക്കിയ നിമിഷങ്ങളായിരുന്നു. ആ ഓർമ്മകളൊന്ന് ഷെയർ ചെയ്യാം. സാഹിത്യത്തെക്കുറിച്ച് പറയുമ്പോൾ ലിറ്ററേച്ചർ ഈസ് എ ഗാർഡൻ, ബുക്സ് ആർ പർട്ടിക്കുലർ വ്യൂ ഓഫ് ഇറ്റ്, റീഡേഴ്സ് ആർ വിസിറ്റേഴ്സ്. സാഹിത്യം എന്ന് പറഞ്ഞ പൂന്തോപ്പാണ്. എഴുത്തുകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആ പൂന്തോപ്പിനെ കാണുന്ന ഓരോരോ ആളുകളാണ്. വായനക്കാർ സന്ദർശകരാണ്. അപ്പം ഈ വായനക്കാരെന്ന് പറഞ്ഞാൽ ഈ സാഹിത്യമാകുന്ന പൂന്തോപ്പിലെ സന്ദർശകരാണ്. അവ വിവിധങ്ങളായ പുഷ്പങ്ങൾ ഇവിടെ ഉണ്ടാവും, ആ ഗാർഡനിൽ, പൂന്തോപ്പിലുണ്ടാവും. അപ്പോൾ അതുപോലെ ഓരോ പൂവിനെ കാണുമ്പോഴുള്ളൊരു ആഹ്ലാദം, അതുപോലെ ഓരോ പുസ്തകങ്ങൾ കാണുമ്പോഴുള്ള ആഹ്ലാദം, അത് പുതിയ പുസ്തകങ്ങൾ മാത്രമല്ല, പഴയ പുസ്തകങ്ങളും വായിക്കാനും അത് ചർച്ച ചെയ്യാനും താല്പര്യപ്പെട്ടിരുന്നു. ഒരു നിരൂപകൻ പറയും, അതായത് ശരിയായ വായനക്കാരൻ ആരാണ് എന്നുള്ളതിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലർ സമൂഹത്തിൽ ഇറങ്ങുന്ന പുതിയ പുസ്തകങ്ങൾ മാത്രമേ വായിക്കുള്ളൂ. അത് അവരുടെ പ്രിട്ടൻഡഡ് ടേസ്റ്റ് ഓഫ് സൊസൈറ്റി, സമൂഹത്തിൻ്റെ നാട്യമായ അഭിരുചിയാണ് അവർക്കുള്ളത്, ആ വായനക്കാർക്കുള്ളത്. ശരിയായ അഭിരുചിയല്ല എന്ന് പറയും. പക്ഷെ അന്നത്തെ വായന അങ്ങനെയല്ല. പഴയ ക്ലാസിക്കുകളും ഒക്കെ വായിക്കാനായിട്ട് അന്നത്തെ ചെറുപ്പക്കാർ തയ്യാറായിരുന്നു. അവരതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമായിരുന്നു. അങ്ങനെ ചരിത്രപരമായിട്ട്, സാഹിത്യമാണെങ്കിലും ഏത് വിഷയമാണെങ്കിലും ചരിത്രപരമായിട്ട് അത് മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും ഒക്കെ തന്നെ അവർക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. ആ വായന കൊണ്ട് ഒരു സംസ്കൃത ചിത്തരാകാൻ കഴിഞ്ഞിരുന്നു. അതാണ് അന്ന് കാലത്തെ ആ വായനയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊരു വായനാ ലോകം തുറന്നു തന്നത് ഒരു കാലമായിരുന്നു അന്ന് ക്യാമ്പസുകളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഇത് വായനയിലൂടെ ആർജിച്ചെടുക്കാൻ അന്നത്തെ തലമുറയ്ക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അന്ന് കാലത്ത് ഒ വി വിജയൻ്റെ കഥകൾ,
പ്രത്യേകിച്ച് ഖസാക്കിൻ്റെ ഇതിഹാസം അന്ന് വളരെ പ്രചാരത്തിലുണ്ടായിരുന്ന നോവലാണ്. അന്ന് യുവാക്കൾ അധികം സംസാരിച്ചിരുന്നത് ഈ മുകുന്ദൻ്റെയും OV വിജയൻ്റെയും ഒക്കെ കഥകളെക്കുറിച്ചാണ്. അതിൽ M സുകുമാരൻ്റെ കഥകൾ, അന്ന് വേറിട്ട ഒരു എഴുത്തായിരുന്നു M സുകുമാരൻ്റെ കഥകൾ. അതുകൊണ്ടാണ് സച്ചിദാനന്ദൻ ഒരിക്കൽ പറയുണ്ടായിരുന്നു, കാരണം യുവാക്കളെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന എഴുത്തുകാരൻ ഈ OV വിജയനും മുകുന്ദനും ആയതുകൊണ്ട് ഇവരുടെ കഥകളെ സുകുമാരൻ്റെ കഥകൾ വെച്ച് എതിർക്കണമെന്ന് സച്ചിദാനന്ദൻ പറഞ്ഞതായിട്ട് ഞാനൊരിക്കൽ ഒരു സാഹിത്യ ചർച്ചയിൽ പറഞ്ഞതായിട്ട് ഓർക്കണം. അപ്പോൾ അന്ന് നമ്മൾ ഈ പ്രത്യേകിച്ച് അത് പറയുന്ന, ഇപ്പോൾ എൻ്റെ ഒപ്പം പഠിച്ചിരുന്ന ഒരു ജോസ് ക്രൈസ് ഉണ്ടായിരുന്നു. അദ്ദേഹം അന്ന് ഈ ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ പല വരികളും കാണാപ്പാടം പറയുമായിരുന്നു. ടെർഡാക്ടൈലെ പോലെ ആകാശത്തേക്ക് പറന്നുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ആ ഭാഷകൾ തന്നെ വളരെ പുള്ളി നന്നായിട്ട് പറയുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ നോവലുകളിലേക്ക് തന്നെ പരാമർശം, ആ ഭാഗങ്ങളിലേക്ക് ഇതൊക്കെ കാണാതെ പറയുന്ന ആളുകളുണ്ടായിരുന്നു. പേജുകൾ കണക്ക് കാണാതെ പറയുന്ന ആളുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റേ അസ്തിത്വവാദ കഥകൾ, അന്ന് എനിക്ക് തോന്നുന്നു UC കോളേജിൽ അന്ന് സാർത്തറിൻ്റെ ഒക്കെ പുസ്തകങ്ങൾ വായിക്കുന്ന ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു. ഒരു മോഹനേന്ദ്രൻ എന്ന് പറഞ്ഞ ചേന്നാങ്കലത്തുകാരൻ എഴുതുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ഞാൻ ഈ പുസ്തകം കാണുന്നത്, സാർത്തറിൻ്റെ അയൺ ആൻഡ് ദ സോൾ എന്ന് പറഞ്ഞ നോവൽ കാണുന്നത്. അദ്ദേഹമാണ് എന്നോട് പറഞ്ഞിങ്ങനെ ഫ്രാൻസിൽ തത്വചിന്തകനായ എഴുത്തുകാരനായ ഒരാളാണ് ഈ സാർത്തർ എന്ന് പറയുന്ന അതാണ്. അവൻ സുബ്രഹ്മണ്യദാസ് എന്ന് പറഞ്ഞ ഒരുത്തുണ്ട്. അന്ന് അദ്ദേഹം MA പഠിക്കുകയാണ് ലിറ്ററേച്ചറിന്. അദ്ദേഹമാണ് ഈ കസാൻസാക്കീസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കസാൻസാക്കീസിനെ കുറിച്ച് പറയണത്, അയാളുടെ റിപ്പോർട്ട് ടു ഗ്രീക്കോയെക്കുറിച്ചും ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റിനെ കുറിച്ചൊക്കെ. അന്ന് വലിയൊരു വായനക്കാരനെ UC കോളേജിൽ MA ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് പഠിച്ചിരുന്ന ആളാണ്. അതേ ഇംഗ്ലീഷ് സാഹിത്യത്തെക്കുറിച്ച് വളരെ അവഗാഹമായ അറിവ് അന്ന് കാലത്ത് തന്നെ MAക്ക് പഠിച്ചിരിക്കുമ്പോൾ തന്നെ സുബ്രഹ്മണ്യദാസിനുണ്ടായിരുന്നു. വെസ്റ്റേൺ സാഹിത്യക്കാരെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് പരിചയപ്പെടുത്തിയിരുന്നു അദ്ദേഹം. അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകളായിട്ട് ഈ പുസ്തകങ്ങളെക്കുറിച്ച് അനുപത്തമലേക്കാരനായ വിക്രമദാസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കടത്തേക്ക് ഇറങ്ങി നടന്നു പോകും. അന്ന് ഈ ചേന്നാവലം പാലമൊക്കെ കേടായിരിക്കുന്ന സമയത്ത് പറവൂർ വരെ നടന്നു പോകും. ആ സമയത്ത് ഈ നോവലുകളെക്കുറിച്ച് ഹെർമൻ ഹെസ്സയുടെ സിദ്ധാർത്ഥയെക്കുറിച്ചും മറ്റേ കരമസൂ സഹോദരന്മാർ ഡോസ്റ്റോയ്സ്കി, ടോൾസ്റ്റോയി, അങ്ങനെ വെസ്റ്റേൺ എഴുത്തുകാരെക്കുറിച്ചൊക്കെ തന്നെ അന്ന് ചർച്ച ചെയ്തുകൊണ്ട് സംസാരിച്ചുകൊണ്ട് കടന്നു പോകുമായിരുന്നു. അന്ന് പലപ്പോഴും രണ്ട് ചെറുപ്പക്കാർ കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കുന്നത് താൻ എന്ത് പുസ്തകമാണ് ഇപ്പോൾ വായിക്കുന്നത്, പിന്നെ ആ പുസ്തകങ്ങളെക്കുറിച്ചുള്ള ചർച്ചയാണ്. അതിന് പുസ്തകങ്ങളുടെ ലോകത്ത് അഭിരമിക്കുന്ന ഒരു പറ്റം യുവാക്കളെന്നുണ്ടായിരുന്നു. വേറെ വിനോദത്തിന് വേറെ ഇതില്ലല്ലോ. അപ്പം അതുകൊണ്ട് പുസ്തകങ്ങളായിരുന്നു അന്ന് നമ്മളെ ഒക്കെ വലിയൊരു താല്പര്യം, ആഹ്ലാദം തന്നിരുന്നത്.